ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ദാൽ കറിയാണ്. പഞ്ചാബി സ്റ്റൈൽ ദാബ കറി. പലതരത്തിലുള്ള പരിപ്പ് കറി ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് നല്ല ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ദാബ സ്റ്റൈൽ കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതൊരു പ്രോട്ടീൻ റിച്ച് ആണ്. ഒരു വെജിറ്റേറിയൻ കറിയാണിത്. കേരളത്തിൽ ഇത് അത്ര പോപ്പുലർ അല്ല എങ്കിലും നോർത്ത് ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കറിയാണിത്. പഞ്ചാബി സ്റ്റൈൽ, പഞ്ചാബികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കറിയാണ് ഈ പരിപ്പ് കറി. നോർത്ത് ഇന്ത്യക്കാർ ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. കേരളത്തിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കറിയാണ്. ഇനി ഈ കറിക്ക് വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: മൂങ് ദാൽ, ചെറുപയർ പരിപ്പ് 1/4 കിലോ, സാമ്പാർ പരിപ്പ് തോർ ദാൽ. ഈ 2 പരിപ്പും കൂടെ കഴുകി എടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെക്കുക. ചേർക്കേണ്ട സാധനങ്ങൾ: 1 സവാള പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത്, 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, താളിക്കാൻ വേണ്ടി 4 ഉണക്കമുളക്, കുറച്ച് സവാള, കറിവേപ്പില, കുറച്ച് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ തക്കാളി, ചെറിയ ജീരകം കുറച്ച്. ഇത്രയുമാണ് ആവശ്യം. ഇനി കഴുകി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പരിപ്പ് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ പരിപ്പ് ഇട്ടു കൊടുക്കും. 1/2 ലിറ്റർ വെള്ളം ഇതിലിട്ട് പരിപ്പ് വേവാൻ പറ്റും. അതിൽ സവാള പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത്, തക്കാളി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 2 വട്ടത്തിൽ അരിഞ്ഞത്, ഇത്രയും ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വേവിക്കാൻ അടച്ചു വെക്കും. പരിപ്പ് ഇനി തുറന്ന് നോക്കാം. പരിപ്പ് നല്ല വെന്തിട്ടുണ്ട്. പരിപ്പിന് മുകളിൽ വരുന്ന പാട പോലത്തെ സാധനമെല്ലാം എടുത്ത് മാറ്റി കളയണം. അല്ലെങ്കിൽ പരിപ്പിൻ്റെ കയ്പ്പ് ചൊവ്വ മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ പരിപ്പ് നല്ല വെന്തിട്ടുണ്ട്. അതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ചീനച്ചട്ടി തന്നെ അടുപ്പത്ത് വെച്ച് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂണോളം ഒഴിക്കണം, എന്നാലേ കറി രുചി കാണുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ബട്ടറോ ചേർക്കാവുന്നതാണ്. നല്ല ചൂടാകുമ്പോൾ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ ഉണക്കമുളക് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 4 ഉണക്കമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ സവാള, തക്കാളി ഇട്ട് നല്ലോണം ഇളക്കി വെളുത്തുള്ളി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത്,
ഒരു 3 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പരിപ്പ് വേവുമ്പോഴും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിരുന്നു. ഇനി ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നിറം മാറുന്നവരെ വഴറ്റുക. കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുക, ഒരു നുള്ളു നല്ല ജീരകം ഇട്ട് കൊടുക്കുക. കസൂരി മേത്തി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. കസൂരി മെത്തി ഇല്ലാത്തതുകൊണ്ട് 2 ഉലുവ ഇട്ട് കൊടുക്കാം. അതായത് ഉലുവയുടെ ഇല ഉണക്കിയതാണ് കസൂരി മെത്തി. നല്ലപോലെ ഉള്ളിയെല്ലാം വാടി നല്ല നിറം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. നല്ല മണം വരുന്നുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും തിന്നാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇത് എല്ലാവരും കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി സംശയമോ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ ഞാൻ മറുപടി തരുന്നതാണ്. നല്ലവണ്ണം ഇട്ട് മൂപ്പിക്കണം, നല്ലവണ്ണം ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് നല്ലപോലെ ആയി വരുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയും ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കും. ഈ കുറച്ച് വെച്ചാണ് ഇളകുന്നത്. പൊടികളുടെ പച്ചനിറം മാറി വരുമ്പോൾ വേവിച്ച് വെച്ച പരിപ്പ് ഈ തടുക്കയിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. പഞ്ചാബി സ്റ്റൈൽ ദാൽ തടുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുള്ള ദാൽ തടുക്കയാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും. കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഇത്തിരി ഉപ്പ് ഇടേണ്ടി വരും. ഇട്ട് കൊടുത്തതിന് ശേഷം എരിവെല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞ് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്നു നോക്കാം.
ഇത് നല്ല പ്രോട്ടീൻ റിച്ച് കറിയാണിത്. പ്രോട്ടീൻ ഡയറ്റ് ചെയ്യുന്നവർക്ക് പ്രോട്ടീൻ കുറഞ്ഞു പോകുമ്പോൾ കുറയാതിരിക്കാൻ വേണ്ടി ഈ കറി ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചപ്പാത്തിയുടെ കൂടെയെല്ലാം നല്ല ചോറിൻ്റെ കൂടെയൊക്കെ നല്ല രുചിയായിരിക്കും ഇത് കഴിക്കാൻ. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. വളരെ എളുപ്പമുള്ള കറിയാണിത്, പഞ്ചാബി സ്റ്റൈൽ കറി. ഇത് പ്രവാസികൾക്കും പാചകം അറിയാത്തവർക്കും നല്ല രുചിയായിട്ട് ഉണ്ടാക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇത് ചെയ്ത് നോക്കിയാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.